ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഫ്ലൈറ്റിൽ എൻട്രി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പോയിട്ടുള്ളത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ്. നമ്മൾ 3 പേരാണ് ജേർണിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് മോർണിംഗ് ഒരു 9:30 അറൗണ്ട് ഒരു 10:45 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അറൗണ്ട് ഒരു 1 hour 15 minutes ട്രാവൽ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അത്യാവശ്യം ഭംഗിയുള്ളൊരു എയർപോർട്ടായിരുന്നു. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എയർപോർട്ട്. അധികം ഡിലേ ഒന്നും കൂടാതെ ബാഗെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മളൊരു 3 day ടൂർ പാക്കേജ് എടുത്തിട്ടാണ് ഹൈദരാബാദ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഡ്രൈവർ നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗോൾക്കൊണ്ട ഫോർട്ടിലേട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് അവിടുത്തെ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗോൾക്കൊണ്ട ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. അറൗണ്ട് ഒരു 20 rupees അഡൽറ്റിനാവുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 മണി ആയപ്പോഴേക്കും ഫോർട്ടെല്ലാം കണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായി ഹൈദരാബാദിൽ തന്നെയുള്ള ഒരു ഫേമസ് ആയ
റെസ്റ്റോറൻ്റാണ് ഷാഗ് ഹൗസ്. അവിടെ എത്തി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ട്രൈ ചെയ്തു. നമുക്ക് ബിരിയാണിയുടെ സൈഡായിട്ട് കിട്ടിയതാണ് ഈ തിക്ക് മിൻറ്റ് ഫ്ലേവേർഡ് ഗ്രേവിയും കേർഡും വെജിറ്റബിൾസും എല്ലാം. ബിരിയാണി അത്യാവശ്യം ഒരു നോർമൽ ബിരിയാണിയാണ്, പക്ഷെ ക്വാണ്ടിറ്റി ഒരു ബിരിയാണി തന്നെ 3 പേർക്ക് കഴിക്കാവുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം നമ്മൾ കഴിച്ചു. ഇനി നമ്മൾ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഈവനിങ് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണ്. രാത്രി ബിൽഡിംഗ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ലൈറ്റും കാര്യങ്ങളും ഫുള്ള് ലൈറ്റായിരിക്കും. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണിത്. അറ്റ് ലാസ്റ്റ് അപ്പം നമ്മൾ റൂമിലെത്തി. ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചായയൊക്കെ കുടിക്കാമെന്നുള്ള പ്ലാനിൽ ചായയൊക്കെ റെഡിയാക്കുന്നതാണ്.